നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയുടെ പ്രാർത്ഥനാലയം 100ന്റെ നിറവിൽ. പീരുമേട്ടിലെ തേയില കൃഷിയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ അധികാരികളായ ബ്രിട്ടീഷ് കൂട്ടായ്മ പ്രാർത്ഥനയ്ക്കായി തീർന്നിരുന്ന 1850 സ്ഥാപിച്ച പ്രാർത്ഥനാലയം 1924 റൈറ്റ് റെവൻ ഡോക്ടർ CH ഗിൽ DD ബിഷപ്പ് ദേവാലയമായി. കാണാം VR വിജയൻ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം 100ന്റെ നിറവിലെത്തിയ ദേവാലയത്തിന്റെ വിശേഷങ്ങളും. തേയിലത്തോട്ടം മേഖലയിലെ ജനങ്ങളുടെ അധ്വാനത്തിൽ അവരുടെ ആപത്ഘട്ടങ്ങളിൽ തങ്ങളുടെ രക്ഷിതാവിനോടുള്ള അപേക്ഷയ്ക്കായി നിർമ്മിച്ച വണ്ടിപ്പെരിയാർ CSI ദേവാലയം ഇന്ന് 100 വർഷങ്ങൾ പിന്നിടുകയാണ്. 1850 തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നും ഉടമ്പടി പ്രകാരം തേയില കൃഷിക്കായി പീരുമേട്ടിൽ എത്തിയ ബ്രിട്ടീഷ് വംശജർ പീരുമേട്ടിലെ തേയിലകൃഷി വണ്ടിപ്പെരിയാറിലേക്കും വ്യാപിപ്പിച്ചതോടുകൂടിയാണ് ഈ കാലയളവിൽ തങ്ങളുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾക്കായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് പീരുമേടിനൊപ്പം തേയില വ്യവസായം വണ്ടിപ്പെരിയാർ മേഖലയിലുടനീളം വ്യാപിപ്പിച്ചതോടുകൂടി തോട്ടം തൊഴിലാളികളിലെ വിവിധ സംസ്കാരങ്ങൾക്കൊപ്പം തങ്ങളുടെ പ്രാർത്ഥനാ നിരതകൾക്ക് ഒരു ദേവാലയം വേണമെന്ന ആവശ്യം ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലും ഉയർന്നു വന്നിരുന്നു. ബ്രിട്ടീഷ് മേധാവികൾക്കൊപ്പം തൊഴിലാളികളുടെയും പ്രാർത്ഥനകൾക്ക് ഒരു ആരാധനാലയം എന്ന ആഗ്രഹത്തിന്റെ സഫല പൂർത്തീകരണമാണ് 1924 ഓഗസ്റ്റ് 24 വണ്ടിപ്പെരിയാറിൽ പൂർത്തീകൃതമായത്. അങ്ങനെയാണ് ഇന്ന് 100 വർഷങ്ങൾ പിന്നിടുന്ന വണ്ടിപ്പെരിയാർ CSI റിസപ്ഷൻ ചർച്ച് റൈറ്റ് റെവറൻഡ് ഡോക്ടർ CH ഗിൽ DD ബിഷപ്പ് കുദാശകർമ്മ നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നത്. പിന്നീട് 1947 അന്നത്തെ മദ്രാശി പട്ടണമായ റായപ്പേട്ടയിൽ കോൺഗ്രഗേഷൻ, ആംഗ്ലിക്കൻസ്, മെത്തഡിസ്റ്റ്, പ്രോട്ടസ്റ്റന്റ്സ് എന്നീ 4 ക്രിസ്തീയ സഭകളെ സമന്വയിപ്പിച്ച് ചർച്ച് ഓഫ് സൗത്ത് എന്ന ക്രിസ്തീയ സഭ സബലീകൃതമാവുന്നത്. ഇതോടെയാണ് വണ്ടിപ്പെരിയാറിലെ പുരാതന ദേവാലയവും CSI ചർച്ചായി മാറിയത്. ഇതിനുശേഷം CSI ക്രിസ്തീയ സമൂഹം 1983 ഏപ്രിൽ 4 CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയായി മാറുകയും വണ്ടിപ്പെരിയാറിലെ പുരാതന ആരാധനാലയം വിശ്വാസികളുടെ വർധനയോടുകൂടി വിപുലമാക്കുവാനും തീരുമാനിച്ചതോടെ പഴയ ദേവാലയത്തിനനുബന്ധമായി മോഡീകൃതമായ ഒരു സമുച്ചയം കൂടി നിർമ്മിക്കുകയുമായിരുന്നു. പഴയകാല ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ച പല വികാരിമാരുടെയും അനുസ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ശിലാഫലകങ്ങളും ഇന്നും ദേവാലയത്തിൽ സൂക്ഷിക്കുന്നുമുണ്ട്. പുരാതന CSI ആചാരപ്രകാരമുള്ള വിശുദ്ധ കുർബാനയും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഈ പുരാതന ദേവാലയത്തിൽ ഇന്നും നടന്നു വരുന്നത്. ഈ ആരാധനാലയത്തിന്റെ പഴമ സൂക്ഷിപ്പുകളിലായി വൈദിക പീഠങ്ങളും ഓസ്തിപാത്രവും ഇരിപ്പിടങ്ങളും ആരാധനകളുടെ സംഗീത സാന്നിധ്യമായി മാറിയ പഴയകാല ഹാർമോണിയവും ദേവാലയത്തിൽ ഇന്നും സൂക്ഷിച്ചു വരുന്നു. തോട്ടം മേഖലയുടെ രക്ഷയ്ക്കായി തിരുസന്നിധിയിലേക്കുള്ള പ്രാർത്ഥനകൾക്ക് 100 വർഷത്തിന്റെ ആയുസ്സേകിയ ദേവാലയത്തിന്റെ 100ാം വാർഷികം വിപുലമായി നടത്തുന്നതിനുള്ള പ്രക്രിയകളിലാണ് തങ്ങളെന്ന് ഇടവക സെക്രട്ടറി SP സെൽവിൻ അറിയിച്ചു. பொதுஜனங்களுக்காக இந்த தேவாலயத்தை திறந்து கொடுத்தார்கள். அந்த நாள்தான் இன்றைய தினம் 100வது நாளாக ஆசரிக்கப்பட்டுக் கொண்டிருக்கின்றது. நாம் மிகவும் சிறப்பாக ஆசரிக்க வேண்டிய ஒரு நாள் தான் இது. இந்த துவக்கம் என்பது வருகின்ற 2025 ஆகஸ்ட் மாதம் 24ஆம் தேதி வரை இது நீண்டு கொண்டே செல்லும். அதற்கான பணிகள் தான் இன்று துவங்கப்பட்டிருக்கின்றது. ஒரு கூட்டம் ஜனமாக, ஒரு குடும்பமாக நாம் ஆராதனை துவங்கின அந்த நாள் முதல் இந்த நாளை நினைவு கூறும்படியாகத்தான் நாம் இப்படி ஒரு சென்டினரி ஃபேமிலி சண்டையாக ஆசரிப்பதற்கு தேவன் கிருபை செய்திருக்கின்றார். இதில் எண்ணில் அடங்காத ஸ்தோத்திரங்களை நாம் ஏறெடுக்க வேண்டும். நம்முடைய பூர்வீகர் தேவனை ஆராதிக்கும்படியாய் கடந்து வந்தார்கள். நாம் இன்று சந்தோஷத்தோடு இருப்பதற்கு காரணம் அவர்களுடைய கண்ணீரும் கவலைகளும் தான். இந்த தேசத்திலே அவர்கள் தேயிலை தோட்டங்களில் கடந்து வந்து அட்டைகள் கடித்து, பாம்புகள் கடித்து, ஜீவ ஜந்துக்களுடைய ஆக்கிரமிப்பு எல்லாம் கடந்து
இந்த தேசத்திலே ஒரு நேரம் ஆகாரத்திற்காய் கடந்து வந்தவர்கள் தான் நம்முடைய பூர்வ பிதாக்கன்மார்கள். அவர்கள் சிந்தினதான ரத்தம் தான் இந்த தேசத்திலே 100 ஆண்டுகள் நம்முடைய தேவாலயத்தை கட்டி காப்பாற்றிருக்கின்றது. அந்த வகையிலே இந்த தினம் இந்த ஆராதனைக்கு தலைமை தாங்கும்படியாய் நம்முடைய போதகர் அவர்கள் ரெவரண்ட் டாக்டர் கேடி தேவசி ஆச்சனை அவர்களை தேவன் മുൻകുറിച്ചിരിக்கின்றார் என்பதுதான் இந்த നാളിനുடைய சிறப்பு என்பது. இந்த ആരാധന 100 വർഷങ്ങൾ പിന്നിടുന്ന ദേവാലയത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇപ്പോഴത്തെ ഇടവക വികാരി റൈറ്റ് റവറൻ ഡോക്ടർ KD ദേവസ്യയുടെ കാർമ്മികത്വത്തിലാണ് പ്രത്യേക കുർബാനയും നടന്നത്. തുടർന്ന് ഇടവക വിശ്വാസികൾക്കായി ചായ സൽക്കാരവും നടത്തി. ഇടവക കൈക്കാരന്മാരായ ജെ തോമസ്, എസ് യേശുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 100ാം വാർഷിക ദിന പ്രത്യേക പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. VR വിജയൻ, ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹായ്. ഓണം ഓഫറിൽ ടിവിയും ഫോണും വാങ്ങണം, അതല്ലേ പ്ലാൻ? നല്ല പൊളി ഓഫറുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, നമ്മൾ റെഡിയല്ലേ? കമ്പ കെട്ട് പൊട്ടട്ടെ, മുണ്ട് മടക്കി കുത്തട്ടെ, ചെണ്ടമേളം കൊട്ടി കയറി കേരളക്കര ഞെട്ടട്ടെ. മാവേലി വരുമോ, സമ്മാനങ്ങൾ തരുമോ, തന്നാലും ഇല്ലേലും നോൺ സ്റ്റോപ്പ് ആഘോഷം. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ഓക്സിജൻ ന്യൂജൻ ഓണം ഓഫർ. 25 സ്വിഫ്റ്റ് കാറുകൾ ബമ്പർ സമ്മാനം. ഓഫർ മാത്രമല്ല, മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ. ഈ ഓണം പൊളിയാണ്, വൈബാണ്, വേറെ ലെവലാണ്.